വളരെ പ്രധാനപ്പെട്ട ഒരു യൂട്യൂബ് അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇത് യൂട്യൂബ് വന്ന് 2024 ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടൊരു എക്സാം പോലെ ഒരു 7 ചോദ്യങ്ങളടങ്ങുന്ന ഒരു സർവേ പോലെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്. അത് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത എല്ലാവരും തന്നെ ഇതിൽ പോയിട്ട് ഉടനെ ചെയ്യുക. അപ്പോൾ ഞാനിത് ചെയ്തു. അപ്പം ഇത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അതായത് ഒരു ഡോക്ടർ ആകണമെങ്കിൽ എല്ലാവരും ഒരു നീറ്റ് എക്സാം എഴുതി ജയിക്കണം എന്ന് പറയുന്നത് പോലെ യൂട്യൂബിൽ ക്രിയേറ്റേഴ്സ് ആകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാം ചെയ്യണമെന്നാണ് യൂട്യൂബ് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ എല്ലാവർക്കും യൂട്യൂബിൽ നിന്നും ഒരു വരുമാനം ഉണ്ടാക്കുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പം അതിനായിട്ടാണ് യൂട്യൂബ് ഒരു പരീക്ഷ പോലെ വെച്ചിരിക്കുന്നത്. ഇത് പാസ്സായാൽ കൂടുതൽ വ്യൂസൊക്കെ വരുമെന്നാണ് കേൾക്കുന്നത്. എന്തായാലും ശ്രമിച്ചു നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. വളരെ എളുപ്പമാണ്. വെറും 7 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യൂട്യൂബ് സ്റ്റുഡിയോ പോയി അതിൽ ഓപ്പൺ ചെയ്തിട്ട് അതിൽ കുറേ സെറ്റിങ്സും ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് നിങ്ങളെ അതൊന്ന് സർവേ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. അപ്പം നിങ്ങളിൽ ഒരുപാട് പേര് ഇത് ചെയ്ത് കാണും. അപ്പോൾ ആരൊക്കെയാണോ ചെയ്യാത്തത് അവരിത് ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് വ്യൂസ് കൂടും. അതുപോലെ തന്നെ യൂട്യൂബിന് നമ്മളെക്കുറിച്ചിട്ട് ഈ ക്രിയേറ്റേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരീക്ഷയാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിക്കാത്ത ഒരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതിലത്തെ ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ വന്നിട്ട് തുറന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഇടതുവശം താഴെ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഈ സെറ്റിങ്സിൽ പോയിട്ടാണ് നമ്മൾ മൊത്തം പ്രോസസ്സും ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഡോക്ടറാണെങ്കിൽ നമ്മൾ കുട്ടികൾ എന്താ ചെയ്യേണ്ടത്, നീറ്റ് എക്സാം എഴുതുന്നത് പോലെയാണ് ഈ യൂട്യൂബിൽ. ധാരാളം പേര് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. അപ്പോഴേക്കിത് വലിയ കഷ്ടം പിടിച്ച അങ്ങനെ എളുപ്പത്തിലൊന്നും ഇതിൽ വിജയിച്ച് വരണമെങ്കിൽ അത്രയ്ക്കും പരിശ്രമിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ പരീക്ഷ പാസ്സായാൽ നല്ലതാ എന്ന് പലരും പറഞ്ഞതുകൊണ്ട് ഞാനിത് ചെയ്ത് നോക്കിയിട്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പം ഇതിൽ സെറ്റിങ്സ് ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് അവിടെ പുതിയ ഒരു പോപ്പപ്പ് തുറന്നതിൽ സെറ്റിങ്സിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. ജനറൽ, ചാനൽ, അപ്ലോഡ് ഡീഫോൾട്ട്സ്, പെർമിഷൻ, കമ്മ്യൂണിറ്റി, ക്രിയേറ്റർ ഡെമോഗ്രാഫിക്സ്. അപ്പോൾ നമ്മൾ അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ക്രിയേറ്റർ ഡെമോഗ്രാഫിക്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്കിത് ഇവിടെ ഒരു പുതിയൊരു ഇത് വന്നിട്ടുണ്ട്, ക്രിയേറ്റർ ഡെമോഗ്രാഫിക്സ്. അതിൻ്റെ അടുത്ത് തന്നെ നീല കളറിൽ ടേക്ക് സർവേ എന്ന് പറഞ്ഞൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സർവേയിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ആൻസേഴ്സൊക്കെ ഉത്തരങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്ക് സാധാരണ നമ്മുടെ ചാനലിൻ്റെ പെർഫോമൻസ് അതെങ്ങനെ പുരോഗമിക്കുന്നു എന്നുള്ളത് യൂട്യൂബിൽ അത് കണ്ടുപിടിക്കാൻ അതിന് വേണ്ട ഇതൊക്കെ ചെയ്യാനുമായിട്ടാണ് ഈ പരീക്ഷ നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഈ 45 ദിവസത്തിന് ഒരു തവണ എന്തെങ്കിലും വേണമെങ്കിൽ ഇതിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം, ഇത് മാറ്റാൻ പറ്റും. ഞാനതിൽ ടേക്ക് സർവേയിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇത് അവിടെ ഒരു വലിയൊരു പേജ് ഓപ്പണായി തുറന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ വി നീഡ് യുവർ ഹെൽപ്പ് ടു മേക്ക് യൂട്യൂബ് മോർ ഇൻക്ലൂസീവ്. അപ്പോൾ നമുക്ക് ഈ യൂട്യൂബിനെ കുറച്ചുകൂടെ നല്ലൊരു സ്ഥലമാക്കി മാറ്റാനായിട്ട് ഒരു സർവേ 5 മിനിറ്റിൻ്റെ ഒരു സർവേ ഉണ്ട്. അപ്പം അതിൽ 7 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 5 മിനിറ്റിൽ നമുക്കിത് പൂർത്തിയാക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ക്രിയേറ്ററിൻ്റെ ആരാണ്, അതെങ്ങനെയാണ് ആ ക്രിയേറ്റർ വർക്ക് ചെയ്യുന്നത്, അവരെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സർവേ ആണ് ഇതെന്നാണ് യൂട്യൂബ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സർവേയിൽ ഇഫ് യു എഗ്രി ടു ടേക്ക് ദ സർവേ വി വിൽ യൂസ് ദ ഇൻഫർമേഷൻ യു പ്രൊവൈഡ് ടു ഹെൽപ്പ് അസ് ഇവാലുവേറ്റ്. അപ്പോൾ നമ്മൾ ഈ സർവേ നടത്താനായിട്ട് നമ്മൾ സമ്മതിച്ചു എങ്കിൽ യൂട്യൂബ് പറയുന്നത് നമ്മളുടെ പല കാര്യങ്ങളെ പറ്റി ഒരു വിശകലനം ചെയ്യാനായിട്ട് യൂട്യൂബ് ഇത് ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ
നമുക്ക് ഇതിൽ അവരുടെ പല പല സ്പെഷ്യലായിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ടാവും, ഫണ്ട് റേസിങ്, അവരുടെ ആഘോഷങ്ങളുണ്ടാകും, പല പ്രോഗ്രാംസ് ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ പങ്കെടുക്കാനായിട്ട് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അവരെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, യൂട്യൂബിൽ പുറത്ത് ആർക്കും ഇത് പങ്കിടാറില്ല. നമുക്ക് നമ്മുടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്കിത് സമ്മതമാണോ അല്ലേ, ഒന്നെങ്കിൽ ഐ എഗ്രി അല്ലെങ്കിൽ എക്സിറ്റ് ദ സർവേ. ഐ എഗ്രി എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു, നമുക്കിത് വെച്ച് പുരോഗമിക്കാം. ഇല്ല വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിത് വിട്ട് പുറത്ത് പോവാം. അപ്പോൾ ഈ സ്റ്റേജിൽ ഞാൻ ഐ എഗ്രി കൊടുക്കുകയാണ്. അപ്പോൾ ഐ എഗ്രി കൊടുത്തപ്പോഴേക്കും ആദ്യത്തെ ഒരു ചോദ്യം, മെയിൻ ചാനൽ ലീഡ്. അപ്പം ലീഡ്, ഈ ചാനൽ ആരാണ് നയിക്കുന്നത്? അപ്പോൾ ആരാണോ ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തി, ആ ആളാണ് ഇതിന് ഉത്തരം നൽകേണ്ടത്. അപ്പോൾ ഇതാരാണോ ഇതിന് വേണ്ടി, ഈ ചാനലിന് വേണ്ടിയ ഈ കണ്ടൻറ്റ് ഉണ്ടാക്കുന്നത്, ആരാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്, അപ്പോൾ അവരാണ് ഇതിന് മറുപടി പറയേണ്ടത്. അപ്പോൾ ആദ്യം എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ഹൗ മെനി മെയിൻ ലീഡ്സ് ആസ് ഡിഫൈൻഡ് അബൌട്ട് ഡസ് യുവർ ചാനൽ ഹാവ്? എത്ര പേരുണ്ട്? ചില ചാനലൊക്കെ ഒരാളായിട്ട് തനിയെ നടത്തുന്നതായിരിക്കും. ചില ചാനലാണെങ്കിൽ ഒരു കൂട്ടം ആളുകൾ 2-3 പേരൊക്കെ ആയിരിക്കും. ചില ചാനൽ 4-ന് മുകളിൽ പുറത്തുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എൻ്റെ ചാനലിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരേ ഒരു മെയിൻ ലീഡേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ആദ്യത്തെ ഉത്തരമാണ് ഞാൻ നൽകിയിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് തിരിച്ചു പോകാം, അല്ല കണ്ടിന്യൂ ചെയ്യാം. ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഇനി അടുത്തത് അവർ ചോദിക്കുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യുവർ മെയിൻ ലീഡ്സ് നേറ്റീവ് ലാംഗ്വേജസ്. അപ്പോൾ നമ്മളുടെ ഭാഷ, മാതൃഭാഷ എന്താണ്, എന്തൊക്കെ ഭാഷകളുണ്ടോ അതൊക്കെ നമുക്ക് ഇതിൽ നിന്നും സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തൊക്കെ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, മലയാളം, ആസാമീസ് ഒന്ന് തെറ്റി വന്നു, മലയാളം, പിന്നെ തമിഴ്, ഇംഗ്ലീഷ്. അപ്പോൾ ഇത് 3മാണ് എൻ്റെ ഇത് ഉപയോഗിക്കുന്ന ഭാഷകൾ, ഹിന്ദി. ഇനി അടുത്തത് എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ഇതിൽ വേണമെങ്കിൽ നോട്ട് ഷുവർ എന്ന് കൊടുക്കാം, ഇല്ല പ്രിഫർ നോട്ട് ടു ആൻസർ, ഉത്തരം കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ കൊടുക്കണ്ട. ഇനി അടുത്തത്, ഡു യു തിങ്ക് ദ മെയിൻ ലീഡ് തിങ്ക് യുവർ സെൽഫ് ആസ് എ മെമ്പർ ഓഫ് LGBTQ+ കമ്മ്യൂണിറ്റി, അതായത് ലെസ്ബിയൻ, ഗേ, ജെൻഡർ ന്യൂട്രൽ, ട്രാൻസ്ജെൻഡർ ഇതിലൊക്കെ ഉൾപ്പെടുന്ന ആളാണോ? ഇതിൽ 4 ഉത്തരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. യെസ്, അതെ, അല്ല, നോട്ട് ഷുവർ, ഇല്ല അറിയില്ല, ഇല്ല പ്രിഫർ നോട്ട് ടു ആൻസർ, ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് നോ എന്നുള്ള ഉത്തരമാണ്. ഇനി അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡു യു ദ മെയിൻ ലീഡ് തിങ്ക് യുവർ സെൽഫ് ആസ്? സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നവരാണ്? വുമൺ, സ്ത്രീകൾ, മാൻ, നോൺ ബൈനറി, പിന്നെ അറിയില്ല, പറയാൻ താല്പര്യമില്ല. അപ്പം നമ്മൾ വുമണാണ്, അത് നമ്മൾ കൊടുത്തു. ഇനി ആർ യു ദ മെയിൻ ലീഡ് ട്രാൻസ്ജെൻഡർ? അപ്പോൾ ഈ ചാനൽ നയിക്കുന്ന ആൾ ട്രാൻസ്ജെൻഡർ ആണോ? അതെ, അല്ല, അറിയില്ല, പറയാൻ താല്പര്യമില്ല. അപ്പോൾ നമ്മൾ നോ എന്നുള്ള ഉത്തരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദിസ് ചാനൽ? സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ. നിങ്ങളുടെ ചാനലിനെ പറ്റിയിട്ട് ഈ പറയുന്ന ഏത് കാര്യങ്ങളാണ് നന്നായിട്ട് വിശദീകരിച്ചിരിക്കുന്നതോ അത് പറയുക. ദിസ് ചാനൽ ഇസ് ലെഡ് ബൈ 1 or many ഇൻഡിവിജ്വൽ ക്രിയേറ്റേഴ്സ്. ഒരാളോ ഒന്നിലധികം തനിപ്പെട്ട ക്രിയേറ്ററാണ് ഈ ചാനലിനെ നയിക്കുന്നത്. രണ്ടാമത്തത്, ഒരു ഓർഗനൈസേഷൻ, ഒരു കമ്പനി, ഇല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ ആർട്ടിസ്റ്റോ, ഈ ചിത്ര ചേച്ചി പോലെ പാട്ടുകാരോ അല്ലെങ്കിൽ ഒരു ബാൻഡ് അങ്ങനത്തെ ആൾക്കാരാണോ? ഇല്ല ഒരു ട്രഡീഷണൽ കമ്പനിയോ ബ്രോഡ്കാസ്റ്ററോ, ഏഷ്യാനെറ്റ് പോലെ മ്യൂസിക് ലേബൽ, സരിഗമ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതാണോ? ഇല്ല ബാക്കി ആരെങ്കിലും ആണെങ്കിൽ അത് അവർക്ക് പറയാം. അപ്പോൾ നമ്മുടെയൊക്കെ ആദ്യത്തെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇനി ഡു യു വോണ്ട് ടു ബി ഇൻവൈറ്റഡ് ടു സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാംസ് ആൻഡ് സെലിബ്രേഷൻസ് ബേസ്ഡ് ഓൺ യുവർ തുടർന്നും നമ്മൾ കൊടുത്തിരിക്കുന്ന ഉത്തരങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് എന്തെങ്കിലും പ്രോഗ്രാംസ് യൂട്യൂബ് നടത്തുന്നുണ്ടെങ്കിൽ, ഈ യൂട്യൂബിൻ്റെ മീറ്റിംഗ് അതും ഇതുമൊക്കെ സാധാരണ നടത്താറുണ്ടല്ലോ, പ്രോഗ്രാംസോ, അതിലൊക്കെ വർക്ക്ഷോപ്പൊക്കെ കാണും. യൂട്യൂബിൻ്റെ പ്രവർത്തനങ്ങൾ, വലിയ വലിയ ക്രിയേറ്റേഴ്സിൻ്റെ കൂടെയുള്ള മീറ്റിംഗ്, അങ്ങനെ എന്തെങ്കിലും വന്നാൽ നമുക്ക് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ? അതിന് ഒന്നെങ്കിൽ യെസ് കൊടുക്കാം, ഇല്ല നോട്ട് റൈറ്റ് നോ, ഇപ്പോൾ വേണ്ട. അപ്പോൾ ഞാൻ ആദ്യത്തെ യെസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ബാക്ക് പേജിൽ പോയിട്ട് എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാം, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിത് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് സോ മച്ച് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് എന്നൊക്കെ യൂട്യൂബ് പറയുന്നുണ്ട്. ഞാനിതിൽ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് എന്താ വരുന്നതെന്ന് വെച്ചാൽ, അത് എൻ്റർ ആയി കഴിഞ്ഞു.
അപ്പോൾ നമുക്ക് ഈ വ്യൂ പ്രീവിയസ് റെസ്പോൺസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ വേണമെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് നോക്കാം. ഈ ഡേറ്റ എപ്പോൾ വേണമെങ്കിലും ഡിലീറ്റ് ചെയ്യാം, പിന്നീട് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് നമുക്ക് ഈ പേജ് അങ്ങനെ ക്ലോസ് ചെയ്യാം. അപ്പോൾ ക്ലോസ് ചെയ്താൽ ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മുടെ ഉത്തരങ്ങളൊക്കെ ഇവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പലർക്കും നിങ്ങൾ ഇത് ചെയ്ത് കാണും, അറിയാവുന്നവരായിരിക്കും. എന്നാലും ഈ അറിയാൻ വയ്യാത്ത പുതിയ യൂട്യൂബേഴ്സിന് അറിയാൻ വയ്യാത്ത കൂട്ടുകാരികൾക്കും വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ ഇത് ചെയ്താൽ നമുക്ക് വ്യൂസ് ഇല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് നമ്മുടെ ചാനൽ മുന്നേറും എന്ന് പറയുന്നതനുസരിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഇതൊന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളുമായി ഇനി അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ കാണാം.